നരിവേട്ട സിനിമ കഴിഞ്ഞ് എല്ലാവരും കൂടെ എവിടെ ഫുഡ് കഴിക്കാൻ പോകുന്ന ആലോചിച്ചപ്പോഴാണ് തൊട്ടടുത്ത് സെയ്റ്റോൺ കണ്ടത്. എന്നാൽ പിന്നെ നടക്കാനുള്ള ദൂരമല്ലേ എന്ന് വിചാരിച്ച് ഗോകുലം മോളിൽ നിന്ന് സെയ്റ്റോണിലേക്ക് നടന്നു. പക്ഷെ അത്യാവശ്യം മഴയും കൊണ്ടാണ് കേട്ടോ സെയ്റ്റോണിലെത്തിയത്. സെയ്റ്റോണിലതേ നനഞ്ഞ് അത്യാവശ്യം ഉള്ളിൽ കയറിയപ്പോൾ അതെ അടിപൊളി ലൈറ്റിങ്ങൊക്കെ, ഒരു പ്രീമിയം അല്ല, ലക്ഷറി കിഡിലൻ ഇൻറ്റീരിയേഴ്സൊക്കെ കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അതിനുശേഷം ദേ ഞങ്ങൾ ഉള്ളിലേക്ക് കയറ്റി കേട്ടോ. ഉള്ളിലേക്ക് പോയതേ എല്ലാവരും അവരുടെ സീറ്റിലിരുന്നു. ഞങ്ങളൊരു 15 പേരുണ്ടായിരുന്നു. മെനു കാർഡ് ദേ നോക്കി. മെനു കാർഡിൽ അവരുടെ ബോട്ടൊക്കെ ഞാനിങ്ങനെ വായിച്ചിരുന്നു. അപ്പോൾ ദേ അങ്ങോട്ട് നോക്കുമ്പോൾ മെനു കാർഡ് കണ്ട് എല്ലാവരും ബ്ലിങ്കസ് അടിച്ചിരിക്കുകയാണ് കേട്ടോ. മറ്റൊന്നുമല്ല, എല്ലാ ഐറ്റത്തിൻ്റെയും പേര് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ഒന്ന് ഡിസ്ക്രിപ്റ്റീവായിട്ട് താഴെ കൊടുത്തിരുന്നെങ്കിൽ കുറച്ച് നന്നായേനെ. ഞാൻ ഒരുപാട് സ്ഥലത്ത് അങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഏട്ടൻ മട്ടൻ സൂപ്പൊക്കെ പറഞ്ഞതേ ഉപ്പിടാ ഷെഫ് പറഞ്ഞുകൊണ്ട് സ്വന്തം പാവം ഉപ്പിടുകയാണ് കേട്ടോ. മാൻവിയും ഒരു ചിക്കൻ കോൺ സൂപ്പാണ് പറഞ്ഞത്. അത് കൊള്ളാമെന്നാണ് മാൻവിയുടെ ഒപ്പീനിയൻ. അങ്ങനെ അതെ മൂമൂസ് ഇവിടെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആശാദിക്ക് ചോറാണ് വേണ്ടത്. റൈസ് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സ്വന്തമായിട്ട് ഇത് പ്ലേറ്റൊക്കെ കിട്ടി. ഒക്കെ ഇഷ്ടപ്പെട്ട പ്ലേറ്റായിരുന്നു. അങ്ങനെ അതെ സിന്ധു ചേച്ചി വെജ് ആയതുകൊണ്ട് ഒരു വെജ് പറഞ്ഞത്. ഓ, നടക്കത്തമ്മാവനും ഒടുക്കത്തമ്മാവനും എല്ലാവരും ഉണ്ട്. ഒരു പച്ചക്കറി കടയിലേക്ക് നോക്കുന്ന പോലെ ഉണ്ട്. അങ്ങനെ സിന്ധുവിനോട് ഞാൻ ഒപ്പീനിയൻ ചോദിച്ചു. അപ്പോൾ വർഷു പറയാമെന്ന് പറഞ്ഞ് വർഷു ഇതേ കഴിച്ചു നോക്കി. അപ്പോൾ വർഷുവിൻ്റെ മുഖം കണ്ടിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നുന്നു. സൂപ്പറാണ് കേട്ടോ. അങ്ങനെ അത് ഞങ്ങൾ കഴിച്ചതേ ഒരാളവിടെ വന്നിട്ട് പിസ്സ. ഈ പിസ്സയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? ഇതാണ് ലഹ്മാച്ചുൻ ലാം പിസ്സ. ടർക്കിഷ് ലഹ്മാച്ചുൻ ലാം പിസ്സ എന്നാണ് കേട്ടോ പറയുക. ലഹ്മാച്ചുൻ എന്നത് തുർക്കിയിലൊരു പരമ്പരാഗത ഡിഷാണ്. ഇത് ടർക്കിഷ് മിക്സ് ഗ്രില്ലാണ് കേട്ടോ. ഇത് ചിക്കനാണ്. ചിക്കൻ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. ഒരു വികാരം ഇല്ലാത്തതുപോലെ തോന്നി. ഏട്ടൻ്റെ മട്ടനാണ് എടുത്തത്. മട്ടൻ കുറച്ച് കരിഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്കത്ര ഇഷ്ടമായില്ല. ഇത് മഷ്റൂം മസാലയാണ്. ഞാൻ കഴിച്ചത് ചിക്കനും ബീഫ് ചട്ടിക്കറിയുമാണ് കേട്ടോ. അത് കുഴപ്പമില്ല. അങ്ങനെ ദേ ബില്ല് അത്യാവശ്യം 7000 സംതിങ് ആയി. വിചാരിച്ച പോലെ എല്ലാവർക്കും അങ്ങനെ കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് ദേ ബാക്കി പാർസലൊക്കെ വാങ്ങി എല്ലാവരും കൂടെ ചിരിച്ച് കളിച്ചിരിക്കുകയാണ്. പുറത്ത് നല്ല മഴയാണ്. അങ്ങനെ ദേ അവിടെ മീനൊക്കെ ഉണ്ട് കേട്ടോ. കുട്ടികൾ കുറച്ചുകൂടെ എൻഗേജ്ഡ് ആയിരിക്കും. മോമോസിന് അവിടെ നിന്ന് വരാനേ തോന്നിയിട്ടില്ല. ഞങ്ങൾ ഡെസേർട്ടായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. അത്യാവശ്യം പറഞ്ഞ് തന്നെ ഞങ്ങൾക്ക് അങ്ങോട്ട് ഫുള്ളായിട്ട് കഴിക്കാൻ പറ്റിയില്ല. ഫുഡ് അതിഗംഭീരം എന്നൊന്നും പറയാൻ എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കഴിച്ചു നോക്കിയിട്ട് പറയൂ.